ഹലോ, ഈ ഡിഷ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ഇല്ല അല്ലേ? പക്ഷേ ഇത് എപ്പോഴും നമ്മൾ ഗസ് ചെയ്യുന്ന പോലെ ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി തന്നെയാണോ? പക്ഷേ ഇതൊരു ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂടെ ഒരു നുള്ള നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. അതൊരു സ്പെഷ്യലാണോ? പിന്നെ നമുക്കതിലേക്ക് കറുവപ്പട്ട, പെരുംജീരകം, അതേപോലെ 2 ഏലക്കായും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും 4 കൂടി ഒന്ന് ചതച്ച് അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നീളനെ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇങ്ങനെ നന്നായി വഴറ്റി വന്നാൽ മാത്രമേ ചിക്കൻ റോസ്റ്റ് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മൾ തക്കാളി നല്ല ജ്യൂസി ആയിട്ട് ചിക്കനിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ തക്കാളി ഇങ്ങനെ പെറുക്കി വെക്കാനൊരു ടെൻഡൻസി വന്നാലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകണ്ടല്ലോ. അപ്പോൾ നന്നായി ഇളക്കി നന്നായി കുത്തി ഉടച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് പൊടികൾ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കുന്നതാട്ടോ. നമുക്കിത് വേണമെങ്കിൽ നേരിട്ട് അതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ചിക്കൻ വേവിച്ച് വെച്ചതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈസി പീസിയാണെന്ന് പറയാൻ കാരണവും. അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ മസാലയിൽ ഇത് കുറച്ച് മാത്രം ചേർക്കുന്നത്. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തു. എല്ലാവർക്കും സംശയമാണ് കുക്കറിൽ വെച്ച് അതിങ്ങടെ ഒഴിച്ചാലൊക്കെ നന്നായി കിട്ടുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നമ്മൾ എങ്ങനെ ചെയ്തെടുത്താലും അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്കിലെത്തിയാൽ അത് അടിപൊളിയായിരിക്കുമല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. അത്രയേ ഉള്ളൂ ഇതിലൊക്കെ. അല്ലാതെ കുക്കിംഗ് ഒന്നും അറിയാത്ത ഞാൻ ഇത്രയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഈ കോൺഫിഡൻസ് തന്നെ വലിയ കാര്യം. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് കൊട്ടിയ ചിക്കൻ അങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം പിന്നെ അതവിടെ കിടന്നങ്ങോട്ട് വറ്റിക്കോട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളമുള്ള രീതിയിലേക്ക് വറ്റിച്ചെടുക്കാം. അതിപ്പോൾ നമ്മൾ പലഹാരങ്ങൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ വല്ല ദോശയോ ഒക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ചാറ് വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ കറി അവിടെ വയ്ക്കാം. അല്ലെങ്കിൽ നന്നായി വറ്റിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിലേക്ക് ആയി കിട്ടിയ അവസാനത്തെ കയ്യൊപ്പായിട്ട് നമുക്കൊരു തുള്ളി നെയ്യും കൂടി ചേർക്കാം. ഇരിക്കുന്നു നല്ല കിടുക്കാച്ചി ഐറ്റം. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചോറായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, പൂരി ആയിക്കോട്ടെ, വെള്ളയപ്പം ആയിക്കോട്ടെ, പൊളിച്ചെടുക്കാം. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.